എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സീത. ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ കാണുകയുള്ളൂ. ഫോൺ വഴിയും വീഡിയോ കോൾ വഴിയുമൊക്കെ പരസ്പരം കണ്ടുകൊണ്ടാണ് മാസ്റ്റുർബേഷൻ ഒക്കെ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഇത് കാരണം ഭാവിയിൽ നമുക്ക് നേരിട്ട് പാർട്ട്നേഴ്സ് തമ്മിൽ കാണുന്ന സമയത്ത് ഈ സെക്ഷൽ ലൈഫിന് താല്പര്യമില്ലാതെയും റിയൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റിക്കെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകുമോ, അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സേഫ് ആണോ, ഇത് കാരണം എന്തെങ്കിലുമൊക്കെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങൾ ഉണ്ടാകുമോ, ഈ ഒരു കാര്യം ഒരുപാട് ദമ്പതികൾ ചെയ്യാറുണ്ടെങ്കിലും ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള സംശയങ്ങൾ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇത് കാരണം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വാസ്തവം പറയുകയാണെങ്കിൽ രണ്ടുപേരും രണ്ട് ദിക്കിൽ ആണെങ്കിൽ പോലും ഈ ബോണ്ടിങ് കൂടുതലാക്കുവാനും നല്ല രീതിയിൽ നിലനിർത്തുവാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകരിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പണ്ട് ഈ സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമേ എന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ഇൻസിഡൻസിനെ കുറിച്ചിട്ട്, കുറച്ച് അനുഭവങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. വീഡിയോ കോൾ വഴി ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ മാസ്റ്റുർബേഷൻ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് പറഞ്ഞതനുസരിച്ചിട്ട് ഈ പെപ്സി കുപ്പിയും മുരിങ്ങക്കോലും എല്ലാം ഈ വജനയുടെ ഉള്ളിൽ കയറ്റി പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ എൻ്റെ അടുത്ത് ഓടിപ്പാഞ്ഞു വന്ന ചില പേഷ്യൻസിനെ കുറിച്ചൊക്കെ, അതൊക്കെ കിട്ടുകയൊന്നുമില്ല കേട്ടോ, നടന്ന കഥകളാണ്. ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ അയ്യോ എന്നാണ് ആവണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ ഈ ഒരു മാസ്റ്റുർബേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഒരു കുഴപ്പവും ഇല്ല എന്ന് മാത്രമല്ല, നല്ല ബോണ്ടിങ് ഉണ്ടാക്കുവാനും അത് സഹായിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു എർജ് വരുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്താണ് നമ്മൾ പലതരത്തിലുള്ള തെറ്റായ വഴികളിലൂടെയൊക്കെ പോകുവാനുള്ള ഒരു പ്രവണത വരുന്നത് അല്ലേ. അപ്പോൾ വേറെ വല്ലവരുടെയും കൂടിയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെറുതെ ആ ഒരു പാർട്ട്ണറിനെ ചതിച്ചു എന്നുള്ള ആ ഒരു വിഷമമെല്ലാം വരുന്നതിന് പകരം, അതേപോലെ എന്തെങ്കിലുമൊക്കെ ലൈംഗിക രോഗങ്ങളെല്ലാം പിടിപെടുന്നതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. അതേപോലെ ഈ ഒരു പോണോഗ്രാഫി വീഡിയോസ് ഒരുപാട് കണ്ട് നമ്മൾ ഈ മാസ്റ്റുർബേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ ആ പലതരത്തിലുള്ള ആ ഒരു സെക്സ് ചാറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, നമുക്ക് തീരെ അറിയാത്ത അനോണിമസ് ആയിട്ടുള്ള ആ ഒരു സെക്സ് ചാറ്റ് സൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി കാശെല്ലാം കൊടുത്ത് അല്ലെങ്കിൽ കാശൊന്നും കൊടുക്കാതെയും തന്നെ പലതരത്തിലുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക, അതിലുമൊക്കെ എത്രയോ നല്ലതാണ് പാർട്ട്ണറിൻ്റെ കൂടെ ഈ തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നത്. അപ്പോൾ പല പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും പല സ്ത്രീകൾക്കും ഇതിനോട് ഒരു വിമുഖതയുണ്ട്. അയ്യേ, ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ മോശമല്ലേ, ഇതൊക്കെ എന്തിനാ ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉള്ളത് എന്നാണ് നമ്മൾക്ക് ഇങ്ങനെ പല കപ്പിൾസും നമ്മളുടെ അടുത്ത് കൺസൾട്ടേഷൻ എല്ലാം എടുക്കുമ്പോഴും പല സർവീസിലൂടെയും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്ത്രീകളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ദയവായിട്ട് ഈ കാര്യത്തിൽ ഒരു മടി കാണിക്കരുത്. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ, പാർട്ട്ണറും അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലും നിന്ന് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമാവുകയുള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെ സ്ഥിരമായിട്ട് പരസ്പരം കണ്ടുകൊണ്ട് ഈ മാസ്റ്റുർബേഷനൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഉള്ള ആ ഒരു സമയത്ത് ആ പാർട്ട്ണർ സെക്ഷൽ ആക്ടിവിറ്റിക്ക് താല്പര്യം ഇല്ലാതെ പോകുമോ എന്നുള്ളതും പലരുടെയും സംശയമാണ്. അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേട്ടോ. കാരണം ഇത് ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ്, മറ്റേത് വേറൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ്. നമ്മൾ ദോശ കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്, പിസ്സ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി വേറെയാണ്, ആ ഒരു പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതി വേറെയാണ്. രണ്ടിനും നമുക്ക് താല്പര്യം ഉണ്ടാവണം. എനിക്ക് മാസ്റ്റുർബേഷൻ മാത്രം മതി എന്ന് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത്. അതേപോലെ നമുക്ക് പാർട്ട്ണർ സെക്ഷൽ ആക്ടിവിറ്റി മാത്രമേ പറ്റുള്ളൂ. പാർട്ട്ണറുമായിട്ട് ഇങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലത്തിരിക്കുമ്പോൾ ഈ ഒരു തരത്തിലുള്ള മാസ്റ്റുർബേഷനും മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റില്ല എന്ന്, അത് ശരിയല്ല എന്നൊരു തോന്നൽ മനസ്സിൽ വരുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങൾക്കും ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഈ ഒരു അറിവ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.